ഏറെക്കുറെ ഇന്നത്തെ മില്ലേനിയലുകളായിട്ടുള്ളവരുടെ പ്രധാനപ്പെട്ട കുട്ടിക്കാലത്തെ ഹോളിവുഡ് നൊസ്റ്റാൾജിയയിലുള്ള ഒരു പടമാണ് ജെന്നിഫർ ലോപ്പസ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആനക്കൊണ്ട. അതിൻ്റെ ഒരു റീബൂട്ട് എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അതേ പേരിലുള്ള സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സ്പൂഫ് സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഞാൻ ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ IP മുതലെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയ പോലത്തെ ഒരു സിനിമയാകും എന്നാണ് കരുതിയത്. ടൈറ്റിലുകളുടെ IP ഞെക്കിപ്പിഴിഞ്ഞ് ഇപ്പോൾ നിലനിന്നു പോകുന്ന ഹോളിവുഡിനെ പരിഹസിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് അവർ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ക്രിയേറ്റീവായിട്ട് സിനിമയിലുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കും അതുതന്നെയാണ്. കാരണം ഈ സിനിമ കാണാൻ വരുന്ന ഭൂരിഭാഗം ആളുകളും ഇത് 1997 ഇറങ്ങിയ സിനിമ തന്ന അതേ അനുഭവം തരും എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. ഡവ് മെക്കലിസ്റ്റർ ഒരു വെഡ്ഡിംഗ് വീഡിയോ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അയാളുടെ കുട്ടിക്കാലത്തെ സുഹൃത്തായിട്ടുള്ള ഗ്രിഫ് TV സീരീസുകളിലൊക്കെ വലിയ പ്രാധാന്യമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു നടനാണ്. അങ്ങനെയിരിക്കെ ഡഗിന്റെ ഒരു ബർത്ത്ഡേക്ക് അയാളുടെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച് ഗ്രിഫ് പണ്ട് അവർ ടീനേജിൽ തട്ടിക്കൂട്ടിയ ഒരു ഷോർട്ട് ഫിലിം കാണിക്കും. സ്വന്തമായി ഒരു സിനിമ ചെയ്യുക എന്ന ആഗ്രഹം അങ്ങനെ ഈ സുഹൃത്തുക്കൾക്ക് വീണ്ടും ഉണ്ടാവുകയാണ്. ക്ലാസിക് ആയിട്ടുള്ള ആനക്കൊണ്ടയുടെ റൈറ്റ്സ് ഇപ്പോൾ തൻ്റെ കൈവശമുണ്ട് എന്ന് ഗ്രിഫ് പറയുമ്പോൾ ഒരു ഇൻഡി മൂവി സ്റ്റൈലിൽ സിനിമ പിടിക്കാൻ ഇവർ ഇറങ്ങുകയാണ്. ആ ഒരു തീരുമാനത്തിലെ കുഴപ്പങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ പടത്തിന്റെ ആദ്യത്തെ 50 മിനിറ്റ്, അതായത് നമ്മുടെ ഇന്ത്യൻ തിയേറ്ററിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാം പകുതിയിൽ കാര്യമായിട്ട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ആ ഭാഗത്തെ പല കാര്യങ്ങളും കാണുമ്പോൾ ഒരു തട്ടിക്കൂട്ട് പടത്തിന് തല വെച്ചു എന്ന നിരാശ ഏറെക്കുറെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ സിനിമ ഉണ്ടാക്കിയവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പടം പോകുന്നത് രണ്ടാം പകുതിയിലാണ്. അത്യാവശ്യം ക്ലോസ് ആയിട്ട് ഈ സിനിമ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന രീതി ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവാർഡുകളുടെ സീസണുകളിൽ ഏതൊക്കെ സിനിമകൾക്കാണ് അവാർഡ് കിട്ടുക എന്നതും അവാർഡ് കിട്ടാൻ വേണ്ടി പൊതുവിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്ന് എന്നതും പിന്നെ ഇപ്പോൾ പല പ്രധാനപ്പെട്ട സ്റ്റുഡിയോകളും പഴയ പടങ്ങളുടെ റീമേക്കുകളും സീക്വലുകളും ഒക്കെ എടുത്ത് പിടിച്ചു നിൽക്കാൻ നോക്കുന്നതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രണ്ടാം പകുതി സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ ബ്രൂട്ടലായിട്ട് ട്രോൾ ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇത് ഹോളിവുഡിൽ മാത്രമുള്ള പ്രശ്നമല്ല. ഇന്ത്യയിൽ ബോളിവുഡിൽ ഇപ്പോൾ അജയ് ദേവ്ഗണും അക്ഷയ് കുമാറും എല്ലാം പഴയ സിനിമകളുടെ 2, 3, 4 പാർട്ടുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമിഴിലേക്ക് പോയി കഴിഞ്ഞാൽ 1000 കോടി പാൻ ഇന്ത്യ എന്ന ഒബ്സഷനിൽ നിന്ന് അവരിപ്പോഴും പുറകോട്ട് പോയിട്ടില്ല. വിശ്വസിക്കാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്ന തരം ഒരു സ്പൂഫ് സിനിമയാണ് ആനക്കൊണ്ട. സോണി എന്ന സ്റ്റുഡിയോ അവരെയും അവരെപ്പോലെ തന്നെ ബാക്കി സ്റ്റുഡിയോകളെയും ഒറിജിനൽ ഐഡിയകളെ പിന്തുണയ്ക്കാത്തതിനും സിനിമകൾ സെറ്റപ്പ് ചെയ്യാൻ സഹായിക്കാത്തതിനുമൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പരിഹസിക്കുന്ന ഒരു കാഴ്ചയാണ് ആനക്കൊണ്ടയുടെ അവസാനത്തെ 1 മണിക്കൂറിൽ നമ്മൾ കാണുന്നത്. വെളുത്ത വർഗ്ഗക്കാരനായ ജോർദൻ പീൽ എന്ന് ഇതിലെ പ്രധാന കഥാപാത്രമായ ഡഗിനെ വിളിക്കുന്നതും ഇൻഡിപെൻഡന്റ് സിനിമകളെ പ്രൊഡക്ഷൻ സമയത്ത് സഹായിക്കാതെ അവാർഡ് സീസണിൽ അഭിനന്ദിക്കുന്നതും പിന്നെ അനാവശ്യമായി ബുദ്ധിജീവി ചമയുന്ന ഇൻഡിപെൻഡന്റ് സിനിമകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ ഈ ഒരു ഭാഗത്ത് അതിദാരുണമായിട്ട് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഈ പടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ആനക്കൊണ്ട എന്ന പേര് കൊടുത്തു എന്നതാണ്. കാരണം പാമ്പിനെ കണ്ട് പേടിക്കാനാണ് ഈ സിനിമ കാണുന്ന ഭൂരിഭാഗം ആളുകളും വരുന്നത്. പക്ഷേ സംവിധായകനായിട്ടുള്ള ടോം ഗോമിക്കൻ ഹോളിവുഡിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിമൈസിനെ ഉപയോഗിക്കുന്നത്. പടത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ സിനിമ എഴുതിയവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ചില ഭാഗങ്ങളിൽ സ്പൂഫ് സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് പൂർണ്ണമായിട്ടും ഒരു ആനക്കൊണ്ട സിനിമയുടെ സ്വഭാവത്തിലേക്ക് പടം പോകുന്നുണ്ട്. തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള എനർജറ്റിക് സ്റ്റൈലിൽ ജാക്ക് ബ്ലാക്ക് ഇതിലെ ഡയലോഗുകൾ പറയുന്നത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഈ ഒരു കഥാപാത്രം സ്ക്രീനിൽ വിശ്വസനീയമാകാൻ ചെറിയൊരു വട്ട് അതിനെ അവതരിപ്പിക്കുന്നതിൽ വേണം. അത് ജാക്ക് ബ്ലാക്കിന്റെ പെർഫോമൻസിൽ ആവശ്യത്തിനുണ്ട്. ആൻഡ്മാനിലൊക്കെ ചെയ്തിട്ടുള്ള തരം സേഫ് സോൺ ഹ്യൂമർ പരിപാടിയാണ് പോൾ റെഡിന് ഈ സിനിമയിൽ ചെയ്യാനുള്ളത്. അത് പുള്ളി നൈസായിട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 കഥാപാത്രങ്ങളും തമ്മിലുള്ള ബ്രൊമാൻസും പടത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മിഷൻ ഇമ്പോസിബിൾ സിനിമയിൽ നായികയായിട്ടുണ്ടായിരുന്ന താൻഡി ന്യൂട്ടൺ ആണ് ഇവരുടെ ഗ്യാങ്ങിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. തൊട്ടതെല്ലാം അബദ്ധമാക്കുന്ന ഒരു ഗ്യാങ് മെമ്പർ അത്യാവശ്യമായതുകൊണ്ട് ആ ഒരു റോൾ ചെയ്തിട്ടുള്ളത് സ്റ്റീവ് സാൻ ആണ്. നമ്മളെ ചിരിപ്പിക്കുന്ന പെർഫോമൻസ് തന്നെയായിരുന്നു പുള്ളിയുടേത്. നമ്മളറിയുന്ന അനാക്കൊണ്ട എന്ന മൂവി ഈ സിനിമ നടക്കുന്ന യൂണിവേഴ്സിലും വളരെ കൾട്ടായിട്ടുള്ള ഫോളോയിങ് ഉള്ള ഒരു സിനിമയാണ്. ഹലോ ഹോളിവുഡ് എന്നെങ്ങാനും ടൈറ്റിൽ ഇട്ടിട്ട് ഇതേ സിനിമ വേറെ ഒരു സീസണിൽ അവർ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു രീതിയിലുള്ള റിസപ്ഷൻ ഈ റീബൂട്ട് സിനിമയ്ക്ക് കിട്ടിയേനെ. സ്പൂഫ് എന്ന നിലയിലും പൂർണ്ണമായി തൃപ്തി തരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആ ഒരു സോണിലേക്ക് എത്താൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 50 മിനിറ്റിനടുത്ത് എടുക്കുന്നുണ്ട് പടം. ഒരുപക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിനെ ഒരു അനാക്കൊണ്ട പടമായിട്ടല്ല മിസ്റ്റർ ബീൻസ് ഹോളിഡേ പോലെ ഒരു കോമഡി പടമായിട്ടാണ് കാണേണ്ടത് എന്നൊരു ധാരണ ആളുകൾക്ക് കിട്ടുമായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ ഈ സിനിമയുടെ അവസാനത്തെ 1 മണിക്കൂറിന് വേറെ രീതിയിലുള്ള ഒരു സ്വീകാര്യത ലഭിക്കും. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്